കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മുൻമന്ത്രി ടി.യു. കുരുവിളയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ന് 2 മണിക്ക് ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കേരള കോൺഗ്രസ് നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്ന ടി.യു. കുരുവിളയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചേലാട് വസതിയിലെത്തി. എം.എൽ.എ. ആയും പൊതുമരാമത്ത് മന്ത്രിയായും സംസ്ഥാന ഹൌസിംഗ് ബോർഡ് ചെയർമാനായും റബ്ബർ ബോർഡ് അംഗമായും കേരള കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും സമുന്നത നേതാവായും 7 പതിറ്റാണ്ടിലേറെ കാലം പൊതുരംഗത്ത് ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ടി.യു. കുരുവിളയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി കൂടാതെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ്, കേരള കോൺഗ്രസ് നേതാവ് പി.ജെ. ജോസഫ്, വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക സംഘടനാ നേതാക്കൾ വീട്ടിലെത്തിയിരുന്നു. ഞായറാഴ്ച 2-ന് ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.